ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഒരു ബക്രീദ് കൂടി കടന്നുപോയി. സാധാരണഗതിയിൽ ഏതൊരു മതപരമായ ആഘോഷവും സന്തോഷവും സമാധാനവും ആശംസകളും നിറഞ്ഞ ഒന്നായിരിക്കും. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു മുസ്ലിം ആഘോഷം കടന്നു വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ മനസ്സിൽ സന്തോഷത്തെക്കാളേറെ ഭയവും ആശങ്കയുമാണ് നിറയുന്നത്. ദ വോയർ എന്ന മാധ്യമത്തിൽ പ്രമുഖ ചിന്തകനായ അപൂർവാനന്ദ് എഴുതിയ ശ്രദ്ധേയമായ ഒരു ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ബക്രീദ് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒന്നാണ്. എന്നാൽ മുസ്ലിംക്കെതിരെയുള്ള വിദ്വേഷത്തിൻ്റെ ഉത്സവം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഇന്നലെ അവസാനിച്ച ഈ ബക്രീദിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ നേരിടുന്ന അത്യന്തം ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഈ ലേഖനം വിരൽ ചൂണ്ടുന്നത്. സാധാരണയായി ഒരു പെരുന്നാൾ വരുന്നുണ്ട് നമ്മൾ അറിയുന്നത് പള്ളികളിലെ മൗലവിമാരുടെ വാക്കുകളിലൂടെയോ കവലകളിൽ ഉയർന്ന ആശംസാ ബോർഡുകളിലൂടെയൊക്കെയാണ്. എന്നാൽ ഉത്തരേന്ത്യയിലടക്കം സ്ഥിതി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു മുസ്ലിം ആഘോഷം വരുന്നുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് BJP നേതാക്കളുടെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രസ്താവനകളിലൂടെയാണ്. ഈ പ്രസ്താവനകൾ സ്നേഹത്തിൻ്റെയോ ആശംസകളുടെയോ ഒരു കണിക പോലും ഉണ്ടാകില്ല. പകരം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മുന്നറിയിപ്പുകളും ഭീഷണികളായുമായിരിക്കും അവ നിറയെ. ഈ ലേഖനം വളരെ കൃത്യമായി പറയുന്നു, മുസ്ലിങ്ങളെ അപമാനിക്കാനും ഉപദ്രവിക്കാനും ലഭിക്കുന്ന മറ്റൊരു അവസരമായിട്ടാണ് ഹിന്ദുത്വ നേതാക്കൾ ഈ ആഘോഷങ്ങളെ കാണുന്നത്. ബക്രീദിന് മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇതാണ്. തെരുവുകൾ നിസ്കരിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ചില ഭരണകർത്താക്കൾ പരസ്യമായി ഭീഷണിപ്പെടുത്തി. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് പോലും തടയുന്ന സാഹചര്യമുണ്ടായി. മൃഗബലിക്കെതിരെ കർശന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഇതൊക്കെ കാണിക്കുന്നത് ഒരു സമുദായത്തെ അവരുടെ വിശ്വാസങ്ങൾ സമാധാനപരമായി ആചരിക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം തടയുകയും അവരെ നിരന്തരം ഭയപ്പെടുത്തുകയും ചെയ്യുക എന്ന ഗൂഢലക്ഷ്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം വിവേചനങ്ങളും ആക്രമണങ്ങളും ഈദ് അല്ലെങ്കിൽ ബക്രീദ് പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നാണോ? അല്ല എന്നതാണ് ഏറ്റവും ഭയാനകമായ സത്യം. മുസ്ലിംകൾക്കെതിരെയുള്ള ഈ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു. അതിനായി അവർക്ക് ബക്രീദോ റംസാനോ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തെരുവുകളിൽ, ഹോട്ടലുകളിൽ, യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ, ബസ്സുകളിൽ എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും ഒരു മുസ്ലിം ആക്രമിക്കപ്പെടാം. അകാരണമായി അവർ ആക്രമിക്കപ്പെടുന്നു, മർദ്ദിക്കപ്പെടുന്നു, ചിലപ്പോൾ കൊല ചെയ്യപ്പെടുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഇന്ന് ഇന്ത്യയിൽ വളരെ സാധാരണമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇതൊന്നും ഇന്നൊരു വാർത്ത പോലുമല്ല. എന്നാൽ ബക്രീദ് പോലുള്ള ആഘോഷങ്ങൾ അടുക്കുമ്പോൾ ഈ വിദ്വേഷ പ്രചാരണം കൂടുതൽ ശക്തവും ഭയാനകവുമായി രൂപം പ്രാപിക്കുന്നു എന്ന് മാത്രം. ഈ ലേഖനത്തിൽ ലേഖകൻ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയെ തങ്ങളുടെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നതിൽ നിന്ന് വിലക്കുന്നതിലൂടെ ഇവർക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത്? ഹിന്ദു മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ പള്ളികൾക്ക് മുമ്പിൽ വന്ന് ഉച്ചത്തിൽ പാട്ടുവയ്ക്കാനും പള്ളിയുടെ പരിസരങ്ങളിൽ അതിക്രമിച്ചു കയറാനും ഇസ്ലാമിക മതചിഹ്നങ്ങളെ അപമാനിക്കാനുമുള്ള അവകാശമാണ് ചിലർ ചോദിക്കുന്നത്. തങ്ങളുടെ മതപരമായ ഘോഷയാത്രകളിൽ അവർക്ക് മുസ്ലിംകൾക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, അവരെ അധിക്ഷേപിക്കുന്ന പാട്ടുകൾ കേൾപ്പിക്കുന്നു. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ മതപരമായ സന്തോഷം പൂർണ്ണമാകില്ല എന്ന അവസ്ഥയിലേക്ക് ചിലരെങ്കിലും മാറിയിരിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. മറുവശത്ത് മുസ്ലിങ്ങൾ തങ്ങളുടെ ആഘോഷവേളകളിൽ വലിയ സംയമനം പാലിക്കുന്നത് നമുക്ക് കാണാം. പ്രകോപനങ്ങൾ ഉണ്ടായാൽ പോലും അവർ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ ഹിന്ദു സമൂഹത്തിലെ ചില വിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം ഒരു ഓടയിൽ നിന്ന് മലിനജലം കരകവിഞ്ഞൊഴുകുന്നത് പോലെ പുറത്തേക്ക് വരുന്നു എന്നാണ് ലേഖകൻ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന മറ്റൊന്നാണ്. മാന്യരും സമാധാന പ്രേമികളുമായ ഭൂരിപക്ഷം ജനത ഈ ആക്രമണങ്ങളും വിദ്വേഷവും കാണാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നത് വലിയൊരു ദുരന്തമാണ്. ഒരു വിഭാഗം ജനങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്നത് ആ വേട്ടയാടലിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്.